ഞാൻ കിരൂസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വകാര്യത ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ചില കൂട്ടുകാരെങ്കിലും ഒന്നിൽ അധികം വാട്സാപ്പ് അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ യാതൊരു ഡീറ്റെയിൽസും വെക്കാതെ നമുക്ക് എങ്ങനെ വാട്സാപ്പ് പോലെയുള്ള ആപ്പുകൾ രണ്ടാമത് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്റെ ഫോണിന്റെ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് ആപ്പ് കിടക്കുന്നുണ്ട്. ഇനി വേറൊരാൾ എന്റെ ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ 2-3 വാട്സാപ്പ് അക്കൗണ്ടുകൾ ഇതിൽ ഉപയോഗിക്കുന്നു എങ്കിലും, ഉദാഹരണം പറയുകയാണെങ്കിൽ GB വാട്സാപ്പ്, പ്രൈം വാട്സാപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ക്ലോൺ ചെയ്തിട്ടുള്ള വാട്സാപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ എന്റെ ഫോണിന്റെ മെനു ലിസ്റ്റിലോ അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ മാനേജറിലോ കാണാൻ കഴിയും. എങ്ങനെ മറ്റാരും കാണാതെ നമുക്ക് രണ്ടാമതായിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ ഹൈഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ താഴെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് അവിടെ കാണാൻ കഴിയുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യണം. 4 അക്കം മുതൽ 8 അക്കം വരെയുള്ള ഏത് പാസ്വേഡും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ എന്തായാലും പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 1840 എന്നാണ് ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തത്. അതിനുശേഷം ഈക്വൽ നമ്മളുടെ സമം എന്ന് കാണുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നതാണ്. വീണ്ടും നിങ്ങളുടെ പാസ്വേഡ് എന്താണോ അത് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ശേഷം ഈക്വലിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണോ എന്ന് ചോദിക്കും. സാധാരണ രീതിയിൽ നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം നിങ്ങൾ രഹസ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു എങ്കിലും നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക. അപ്പോൾ യാതൊരുവിധ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഫോണിന്റെ ടാസ്ക് ബാറിലോ നോട്ടിഫിക്കേഷൻ ബാറിലോ വരുന്നതല്ല. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ രണ്ടാമതായി രഹസ്യമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അവിടെ പ്ലസ് എന്നൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിലവിലുള്ള ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് തന്നെ അവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഡിലേ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തിരി സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിലോട്ട് വാട്സാപ്പ് ആഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. തൽക്കാലം ഞാൻ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണ്. ശേഷം എൻ്റെ മെനു ലിസ്റ്റിൽ വേറെ ഏതെങ്കിലും വാട്സാപ്പ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. നിലവിൽ ഒറ്റ വാട്സാപ്പേ ഉള്ളൂ. അത് ഞാൻ ഉപയോഗിക്കുന്ന പ്രൈമറി വാട്സാപ്പാണ്. ഇനി നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാട്സാപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങളുടെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. ശേഷം ഈക്വൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാട്സാപ്പ് കാണുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആപ്ലിക്കേഷനും രണ്ടാമതായി ആരും കാണാതെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് വീഡിയോ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ കിരൂസ് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ കിരൂസ് 143 സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഇമെയിൽ ID-യിലോട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട് കിരൂസ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം പേജിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ടിക്ക് ചെയ്യുക. ശേഷം പേജിലോട്ട് വരിക. പേജ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. യൂട്യൂബിൽ കിരൂസ് 143 എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ വരുന്നതാണ്. അതിനുശേഷം അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മെയിലിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട് കിരൂസ്.